കോൺഗ്രസും ബി.ജെ.പിയും ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മൂലമാണ്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ട. ശബരിമലയിലെ ആചാര സംരക്ഷണ മന്ത്രി വി.എൻ. വാസവൻ മുഖ്യമന്ത്രിയുടെ അറിവോടെ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞതാണിത്. ഇതുവരെ സമദൂര സിദ്ധാന്തത്തിലായിരുന്ന NSS ഇടത് ശരി ദൂരത്തിലേക്ക് എത്തിയോ? NSSനെ LDF പാട്ടിലാക്കിയത് എങ്ങനെയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ പി കെ ഗോപൻ, കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഹനീഫ എന്നിവർ. ആദ്യം പി കെ ഗോപനിലേക്ക്. ഗോപൻ, ഈ കഴിഞ്ഞ ദിവസമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖം വന്നത്. അതിൽ അദ്ദേഹം അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം, ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ തങ്ങൾക്ക് സർക്കാരുമായി യാതൊരു ഭിന്നിപ്പും ഇപ്പോഴില്ല. അപ്പോൾ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മുമ്പ് പറ്റിയ തെറ്റ് തിരുത്തിയതാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമേ ഇല്ല. ഇപ്പോഴത്തെ നിലപാട് സർക്കാരിൻ്റേത് സ്വീകാര്യമാണ് എന്ന് മാത്രമല്ല, ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ സർക്കാർ മന്ത്രി വി.എൻ. വാസവൻ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നും പറയുന്നു. അങ്ങനെ ഉറപ്പ് നൽകിയിട്ടുണ്ടോ NSSന് CPM? അല്ല, NSSന് പ്രത്യേകമായി ഉറപ്പ് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. NSS ശബരിമല ഇഷ്യൂ ഉണ്ടായതിനു ശേഷം, അതായത് സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായതിനു ശേഷം NSSും SNDPയും എല്ലാം, അതുപോലെ ശബരിമല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത 28ഓളം സംഘടനകൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ ഗവൺമെൻറ്റിനെ വീക്ഷിക്കുകയായിരുന്നു, ഗവൺമെൻറ്റിനെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പം ഗവൺമെൻറ് ആദ്യം എടുത്ത നിലപാട്, ഗവൺമെൻറ് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇതെല്ലാം അവരുടെ മുമ്പിലുണ്ട്. കാരണം ശബരിമല പ്രശ്നത്തിൽ വിധി വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യം അതിനകത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, ശബരിമലയിൽ ഈ വിധി സമ്പാദിക്കാൻ പോയത് ഇടതുപക്ഷമോ CPMോ ആരുമല്ല. അത് കൃത്യമായി പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ RSSൻ്റെ പ്രവർത്തകരാണ് ശബരിമലയിൽ വിധി സമ്പാദിക്കാൻ പോയത്. വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, സംസ്ഥാന നേതൃത്വം സ്വാഗതം ചെയ്തു, RSSൻ്റെ ദേശീയ നേതൃത്വം സ്വാഗതം ചെയ്തു, സംസ്ഥാനത്ത് അവരുടെ മുഖപത്രം അത് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകൾ കൊടുത്തു. രാജഗോപാൽ സാറിൻ്റെ ലേഖനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം അവർ സ്വാഗതം ചെയ്തപ്പോൾ ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കുകയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ അന്ന് ഈ കോടതി വിധിയെ ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് NSS ഉൾപ്പെടെ മുൻകൈയെടുത്ത് പന്തളത്ത് നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് RSSും കോൺഗ്രസും നിലപാട് മാറ്റിയത്. അപ്പോൾ RSSൻ്റെ നിലപാട് എന്തായിരുന്നു? ഞങ്ങൾ ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ ആളുകളാണ്, സ്ത്രീ പ്രവേശനത്തിനെതിരാണ്, അത് നടപ്പിലാവാൻ ഞങ്ങൾ വേണ്ടി വന്നാൽ കേന്ദ്ര നിയമം കൊണ്ടുവരും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ട് അവർ നാമജപ ഘോഷയാത്രയോടൊപ്പം ചേരുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ് അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ $42 റിവ്യൂ പെറ്റീഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അവിടെ ജനങ്ങളുടെ സമ്മർദ്ദം, അവിടെ സ്ത്രീ പ്രവേശനം അനുവദനീയമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടാണ് CPIM ഇടതുപക്ഷം സ്വീകരിച്ചത്. അതിനുശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനോ അവിടുത്തെ ആചാരപരമായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ തീർപ്പ് ഇനി ഉണ്ടാകുന്നത് വരെ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന ഇടതുപക്ഷത്തിന് പൊതു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ CPIMന് പൊതു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തീർത്ഥാടക സമയം NSSും SNDP പോലുള്ളത് മാത്രമല്ല എല്ലാ സംഘടനകളും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണല്ലോ. അവർ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ അത് നടക്കട്ടെ എന്നുള്ള നിലപാടാണല്ലോ. അതൊരു മാന്യമായ നിലപാടാണ്. കാരണം അത്തരം ഒരു എന്താണ്, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു, ആ വിധി സർക്കാർ അംഗീകരിക്കുന്നു, സർക്കാരിന് അതേ പറ്റൂ, ആ വാദങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു പോകരുതല്ലോ. 2019 ഡിസംബറിൽ സർക്കാർ ഒരു നവോത്ഥാന സംഗമം വിളിച്ചു ചേർക്കുന്നു. 2019 ജനുവരിയിൽ, 18 ഡിസംബറിൽ വിളിച്ചുകൊണ്ട് 2019 ജനുവരിയിൽ ഒരു നവോത്ഥാന മതിൽ കേരളത്തിലുണ്ടായി. ആ നവോത്ഥാന മതിലിന് വേണ്ടി പ്രഭാവർമ്മ എഴുതി PK മേദിനി പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലൊരു വരികൾ ഇങ്ങനെയാണ്: ആരോ പണ്ട് പറഞ്ഞു സ്ത്രീകൾ അബലകളെന്ന്, ആചാരങ്ങൾ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധരെന്ന്, ഞങ്ങൾ അബലകളല്ല, ഞങ്ങൾ അശുദ്ധരല്ല. ആ കോണ്ടെക്സ്റ്റ് കൂടി മനസ്സിലാക്കണം. അന്നത് സർക്കാരിൻ്റെ നിലപാടായിരുന്നു ആ പാട്ടിലുണ്ടായിരുന്നത്. ആ നിലപാട് നിങ്ങൾ മാറ്റിയോ? ആ നിലപാട് മാറ്റിയതിന് ശേഷമാണോ ഉറപ്പ് ലഭിച്ചത്? അത് അന്ന് മാത്രമല്ല അജിംസെ അന്ന് മാത്രമല്ല, ആ നിലപാടൊന്നും ആരും മാറ്റിയിട്ടില്ല. ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറയാം. ശബരിമലയെന്നല്ല, ഏത് ആരാധനാലയത്തിലും
ലോകത്തെവിടെയും എവിടെയൊക്കെ പുരുഷ സ്പർശത്തിന് സാധ്യതയുണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾക്കും സാന്നിധ്യമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളുടേത്. പക്ഷേ ഇതാരാ പറയേണ്ടത്? ആചാരപരമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളാണ് അവിടെ ആൾ വേണോ വേണ്ട എന്ന് പറയേണ്ടത്. അപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പമാണ്. അതല്ല, നാമജപ ഘോഷയാത്രയോട് പറഞ്ഞത് വി ആർ റെഡി ടു വെയിറ്റ് എന്നാ, ഞങ്ങൾക്കിപ്പോൾ കയറണ്ട, ശരി കയറണ്ട, ഇതല്ലാതെ വേറെ നിലപാടില്ല. നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് ഒരു ദിവസത്തെ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെയോ ഒരു ശബരിമല പ്രശ്നം മാത്രമല്ല. വനിതാ മതിൽ എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലാണ് 55 ലക്ഷം അംഗങ്ങളെ ചേർത്ത് കുടുംബശ്രീ സംവിധാനം. അതിലൂടെ സ്ത്രീകൾക്ക് കുറച്ച് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം കുടുംബത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, സ്ത്രീകളെ മാസത്തിൽ 4 ദിവസം മാറ്റി നിർത്തുമായിരുന്നു. ഇപ്പം കേരളത്തിൽ ഒരു വീട്ടിൽ മാറ്റി നിർത്തുന്നില്ല. ക്രമേണ അത്തരം സാമൂഹിക സമ്പർദ്ദത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ അവരുടെ സംഘടിത ശക്തി പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വനിതാ മതിൽ. അത് ശബരിമലയിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഒരിടത്തെങ്കിലും നിങ്ങൾ ഈ കാസർഗോഡ്, തിരുവനന്തപുരം വനിതാ മതിൽ ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണമെന്ന് പറഞ്ഞോ? ഏതെങ്കിലും സ്ത്രീകൾ CPM-ന്റെ പിന്തുണയോടുകൂടി ശബരിമലയിൽ പോയോ? അങ്ങനെയാണെങ്കിൽ 10-50 ലക്ഷം സ്ത്രീകളെ അണിനിരത്താൻ പറ്റുന്ന ഒരു സംഘടനയ്ക്ക് 5 പേരെ അവിടെ കൊണ്ടുപോയി കൂടായിരുന്നു. അത് ആരാ പറയേണ്ടത്? ശബരിമലയിൽ പോകാൻ താല്പര്യമുള്ള വിശ്വാസികളായ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു വന്നാൽ അതിന് പിന്തുണ. പക്ഷേ മഹാഭൂരിപക്ഷത്തിന് താല്പര്യമില്ല. അങ്ങനെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഇഷ്യൂ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM-നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അയ്യപ്പ സംഗമം അതല്ല. അയ്യപ്പ സംഗമം ആ ഇഷ്യൂവിനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. അയ്യപ്പ സംഗമം അഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ പങ്കെടുത്ത വിദഗ്ധന്മാരെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. അതൊരു വനപ്രദേശമാണ്. ആ കാനന പ്രദേശത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു എന്ന് കരുതി അവിടെ വനം മൊത്തം വെട്ടി വെളിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അവിടെ പോയി ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായി ജനങ്ങൾ പോയി, ആ ഭക്തർ പോയി ആരാധന നടത്തുക, തിരിച്ചു വരിക. അതിനാവശ്യമായ വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അന്തർദേശീയ തലത്തിലെ വിദഗ്ധർ, ദേശീയ തലത്തിലെ വിദഗ്ധർ, IT വിദഗ്ധർ, എഞ്ചിനീയേഴ്സ്, ടെക്നോക്രാറ്റുകൾ, അതുപോലെ അയ്യപ്പ വിശ്വാസികളായി പതിറ്റാണ്ടുകളായി വന്നു പോകുന്നവർ, അവർക്കെല്ലാം അവിടെ അഭിപ്രായം പറയാൻ കാണും. അങ്ങനെയുള്ള ഒരു ചെറിയ ബോഡിയാണ് അവിടെ വിളിച്ചു കൂട്ടിയത്. അത് 2031 വിഷനാണത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 2050 വിഷനാണ്. അതിനുവേണ്ടി 700 ചില്ലുവാനും കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്നിരിക്കുകയാണ്. അത് നടപ്പിലാക്കുന്നതിൻ്റെ ചർച്ചയാണ് പ്രധാനമായിട്ട് അവിടെ നടന്നത്. അതിനകത്ത് NSS-ന് SNDP-ക്കും ഒക്കെ നല്ല വിശ്വാസം തോന്നി. ഇവരാളെ പറ്റിക്കുന്നവരല്ല, ഇവർക്ക് നിലപാടുണ്ട്. അവരാ നിലപാട് ഗോപൻ, അതായത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളിൽ വിശ്വാസം തോന്നിയ NSS സർക്കാരിനോട് കൂടുതൽ അടുക്കുന്നു. SNDP നേരത്തെ അടുത്തിട്ടുണ്ട്. KPMS-ഉം സർക്കാരിനൊപ്പമുണ്ട് പല വിഷയങ്ങളിലും. ഓക്കെ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളില്ലെന്നാണ് അങ്ങയുടെ വാദം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, നോക്കുക, UDF-നെ സംബന്ധിച്ച് സമുദായ രാഷ്ട്രീയ താല്പര്യമില്ല. യെസ്, UDF-നെ സംബന്ധിച്ച് റിജിൽ മാക്കുറ്റി, സമുദായ സംഘടനകൾ നിങ്ങളുടെ പാർലമെന്ററി പൊളിറ്റിക്സിൽ വളരെ നിർണായകമാണ്. അവർ വോട്ട് ബാങ്കാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ അവരോട് സ്വീകരിക്കുന്ന സമീപനം പൊതുവെ അവരെ പിണക്കാതിരിക്കുക എന്നുള്ളതാണ്, അവരുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നോക്കുക, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറും എന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന UDF-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് NSS-ന്റെ നിലപാട് നിങ്ങളെ അങ്കലാപ്പിലാക്കിയിട്ടില്ലേ? ഇന്ന് സതീശൻ്റെയും മുരളീധരൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയം CPM വളരെ വിദഗ്ധമായി ഡീൽ ചെയ്യുന്നു. 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ വിഷയത്തിലുള്ള 2 സമുദായ സംഘടനകളെ അവർ ഒരുമിച്ച് നിർത്തുന്നു, SNDP-യെയും NSS-നെയും. നിങ്ങളെ കൊണ്ട് ആ ഒരു ഔട്ട്റീച്ച് സാധിക്കുന്നേയില്ല. അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നാൽ നിങ്ങൾക്ക് സമുദായ സംഘടനകളെ അഡ്രസ്സ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? ശ്രീ അജിംസെ, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, സമുദായ സംഘടനകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്, അവർ വിമർശിക്കാറുണ്ട്. അതും ഞങ്ങൾ ആരും എതിരല്ല. കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ട്, നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടേതായ നിലപാടിൻ്റെ ഭാഗമാണ്. അത് NSS ആവട്ടെ, SNDP ആവട്ടെ, KPMS ആവട്ടെ, ആരാവട്ടെ. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ രംഗത്തിൻ്റെ ഒരു പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കേരള ജനങ്ങളെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 10 വർഷക്കാലം വരുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ജനകീയ വികാരം ഈ നാട്ടിലെമ്പാടുണ്ട്. അത് NSS-ൽ വിശ്വസിക്കുന്നവരും, SNDP-യിൽ വിശ്വസിക്കുന്നവരും, അതോടൊപ്പം ജാതി മതത്തിൽ വിശ്വസിക്കാത്തവരും, രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാത്തവരും, എല്ലാ ആളുകളും
അവർക്ക് ഈ സർക്കാരിനോട് വളരെ ശക്തമായ വിയോജിപ്പുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് NSS ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അത്തരം നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ UDFന് ആരെങ്കിലും സാധ്യതയില്ലായ്മ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കില്ല. അത് അവരുടെ തീരുമാനമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു സമുദായ നേതാവിനെയും അത് ആരെയും തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവർ നികൃഷ്ടജീവി എന്ന് വിളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനും അതോടൊപ്പം CPM പുതിയ ഒരു തന്ത്രമായി ഇറങ്ങിയിരിക്കുകയാണ്. ശബരിമലയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ CPMൻ്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, ഞങ്ങളാണ് ഇവിടെ ആചാരം ലംഘിച്ചത് എന്ന്. അവിടെ ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികളായ ആളുകളും അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ബഹുഭൂരിപക്ഷ സ്ത്രീകളും പുറത്തിറങ്ങി നാമജപ ഘോഷയാത്രയിലൂടെ അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നോ? എന്തിനാണ് ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും രഹന ഫാത്തിമയൊക്കെ ആ ശബരിമലയിൽ കയറ്റി വിടാനുള്ള തീരുമാനം എടുത്തതാരാ? സർക്കാരിന്റെ പിന്തുണയല്ലേ പോലീസ് ചെയ്തത്? അത്തരമൊരു നിലപാടിലേക്ക് പോയതെന്താ? അതിന്റെ പേരിലല്ലേ നവോത്ഥാന മതിലുണ്ടാക്കിയത്? ഇപ്പൊ പറയും നവോത്ഥാന മതിൽ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ അതോടൊപ്പം സുഗതൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിന്റെ ചെയർമാനും കൺവീനറൊക്കെ ആക്കിയിട്ടാണല്ലോ നവോത്ഥാന സദസ്സും മതിലൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്തായി? ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അന്ന് ശബരിമല അയ്യപ്പനെ കുറിച്ച്, അയ്യപ്പന്റെ രീതികളെ കുറിച്ച് പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ യൂട്യൂബിലും അതോടൊപ്പം നിങ്ങളുടെയൊക്കെ തന്നെ മീഡിയയിലൊക്കെ ഇല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയാ ആക്ഷേപിച്ചത്? അതുമാത്രമല്ല, സ്വരാജിനെ പോലെയുള്ള CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാള് മാളികപ്പുറത്തെ അയ്യപ്പനെയും കുറിച്ച് പറഞ്ഞ ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള പ്രസംഗം ഇപ്പോഴും ഉണ്ട്. തള്ളി പറഞ്ഞത് CPM, നിങ്ങൾ ആചാരത്തിനെ ലംഘിക്കാത്തവരാണ്, നിങ്ങൾ വിശ്വാസത്തെ ലംഘിക്കാത്തവരാണ്, നിങ്ങളൊക്കെയാണ് അയ്യപ്പൻ്റെ ആൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, നമുക്കറിയാം ഹിന്ദിയിലൊരു കഥാകൃത്തുണ്ട് ഹരിശങ്കർ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ചെന്നായും ആട്ടിൻകൂട്ടങ്ങളും എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഈ കുറുക്കൻ ചെന്നായി ഇങ്ങനെ കാട്ടിൽ ജനാധിപത്യം വന്നപ്പോൾ ആട്ടിൻകൂട്ടങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടി മാംസാഹാരിയായ ചെന്നായി അവസാനം പുല്ലും മറ്റേ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നതാണൊക്കെ പാടി പുകഴ്ത്തി ആട്ടിൻകൂട്ടങ്ങളുടെ വോട്ട് തട്ടുന്നതിന് വേണ്ടി വന്ന ഒരു ചെന്നായിയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള ഒരു പറസായിയുടെ ചെന്നായിയെ പോലെ പിണറായി വിജയൻ ഇപ്പോൾ പുതിയ അവതാരമായിട്ട് ഒരു പ്രച്ഛന്നവേഷധാരിയായ വിശ്വാസിയായി പിണറായി വിജയൻ അവതരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന്. 10 വർഷമായി നിങ്ങൾ ഭരിക്കുന്ന ശബരിമലയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, മുട്ട കൊടുക്കാതെ ജാനുവാണോ കോഴിയെ കൊടുക്കുക എന്നുള്ളത്. 10 കൊല്ലമായി ആ അയ്യപ്പ ശബരിമലയെക്കുറിച്ചോ അവിടുത്തെ വികസനത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാത്ത ഒരാൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് മുമ്പിൽ പറയുന്നത്? എന്നിട്ട് അത് മാത്രമല്ല, യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം എന്തോ പരിപാടി നടന്നു. ശബരിമലയുടെ വികസനത്തിന് LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതിയോടെ നടപ്പാക്കാൻ കഴിയും. കഴിഞ്ഞ ജനുവരിയിൽ 700 കോടിയുടെ 1ാം ഘട്ട പദ്ധതിയെ മന്ത്രിസഭ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈകുന്നതിന്, ആ മാസ്റ്റർ പ്ലാൻ വൈകുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെ വികസനത്തിനായി LDF സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഇറങ്ങിയത്. അത് ഏത് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പോലും പ്രതിപക്ഷം അന്വേഷിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരു വികസനത്തിനും സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, 10 വർഷക്കാലം ഇപ്പോൾ ഈ പറയുന്ന മാസ്റ്റർ പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് പോലും ഈ സർക്കാരിന്റെ ഒരു കാലാവധി പൂർത്തിയാകാൻ പോവല്ലേ? ആ ഘട്ടത്തിലാണല്ലോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ഈ ആഗോള അയ്യപ്പ ശബരിമല വികസനത്തിന്റെ കാര്യത്തിൽ മുന്നണികളുടെ ആത്മാർത്ഥതയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ശബരിമല വിമാനത്താവളത്തോട് UDFന്റെ നിലപാടെന്താണ്? അല്ല, ശബരിമല വിമാനത്താവളത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പാർട്ടി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാഭാവികമായി ആ ഒരു വിമാനത്താവളം 10 കൊല്ലമായിട്ട് ആ വിമാനത്താവളത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നിലപാട് ഈ സർക്കാർ സ്വീകരിച്ചു? അത് പറയട്ടെ. അവിടെ വിമാനത്താവളം വേണം എന്നാണോ വേണ്ട എന്നാണോ കോൺഗ്രസിന്റെ UDFന്റെ നിലപാട്? അത് എവിടെയാണ് വിമാനത്താവളം വരിക എന്നുള്ളതാണ് അടിസ്ഥാനപ്പെടുത്തി. അറിയാമോ റിജിൽ, ഏത് ഭൂമി ഏറ്റെടുക്കുന്ന അറിയാമോ? അതാണ് ചോദിച്ചത്. എവിടെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് ഇതിന്റെ അവരുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നതിനെ കുറിച്ച് പറയട്ടെ. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് UDFും പാർട്ടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിജ്ഞാപനം ഇറങ്ങി ഭൂമി ഏറ്റെടുക്കാൻ. പ്രതിപക്ഷം അറിഞ്ഞിട്ടേ ഇല്ല. വിജ്ഞാപനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ആരും എതിരൊന്നുമല്ല.
പക്ഷെ ഇപ്പോഴത്തെ ഇതിന്റെ ഒരു പ്രൊപ്പഗൻഡ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് അവിടെ. ഈ ഒരു വിഷയത്തിനകത്ത് ശബരിമലയിലേക്ക് ഇത്തരത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാനും അത് നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാഗാമ്യം എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അതിന്റെ ലക്ഷ്യം? അത് കൃത്യമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിലപാടാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശബരിമല വിമാനത്താവളത്തെ കുറിച്ചുള്ള UDF നിലപാടിനെ കുറിച്ച് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ആ കാരണം ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അതിശക്തമായ നിയമപോരാട്ടം നടത്തിയിരുന്നു. സുശീല ഭട്ട് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് ആ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. അവരെ LDF സർക്കാർ വന്നപ്പോൾ മാറ്റി. ആ മാറ്റിയതിന് ശേഷം ഉണ്ടായ കഥ, ഈ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമിയിലും കരമടയ്ക്കാൻ LDF സർക്കാർ അനുമതി നൽകി. അതിനുശേഷം ഉണ്ടായൊരു സംഭവം, ഹൈക്കോടതിയിൽ ഇവരുമായി ഈ ഭൂസ്വത്തിനെ പറ്റി തർക്കത്തിലായിരുന്നു. ആ ഭൂസ്വത്തിനെ പറ്റിയുള്ള തർക്കം സിവിൽ കോടതിയിലേക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിവിൽ കോടതികളിൽ ആ ഭൂമി സംബന്ധിച്ച തർക്കം നിലനിൽക്കുകയാണ്. ഇതേ ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി മുറിച്ചുവിറ്റ ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ LDF സർക്കാർ തീരുമാനിക്കുകയും വിജ്ഞാപനം ഇറക്കുകയും ചെയ്തത്. പ്രതിപക്ഷം ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അത് ശരിയാണോ? അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? ആ ഭൂമി സംബന്ധിച്ച്, ആ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കിയോ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാട് UDF സ്വീകരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതിനകത്ത് ശബരിമലയിലെ എതിരൊന്നുമല്ല. ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞ് സ്വീകരിക്കുക നിലപാട്. ഭൂമിയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ അതിന്റെ മറ്റു കാര്യങ്ങൾ എന്തായി? അജിംസെ, വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്ത് കാര്യങ്ങൾ നടന്നു? സ്വാഭാവികം ഞങ്ങളത് കൃത്യമായി സ്റ്റഡി ചെയ്യുന്നുണ്ട്. UDFനകത്ത് നിലപാടില്ലായ്മയൊന്നുമില്ല. അങ്ങനെ നിലപാടില്ലായ്മ ഒരു സംവിധാനമല്ല. അതിനകത്ത് കൃത്യമായ നിലപാട് ഞങ്ങൾ പറയും. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച. അതിന്റെ പേരിൽ അയ്യപ്പന്റെ സംരക്ഷകന്മാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ആളുകൾ ഇക്കാലം അത്രയും എടുത്ത നിലപാട് എന്തായിരുന്നു? അവിടുത്തെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്കകത്ത് ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടല്ലോ. അതിനകത്ത് പിന്മാറിയിട്ടുണ്ടോ ഇവര്? അതിനകത്ത് പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ കിടക്കല്ലേ? ഇപ്പൊ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നിലപാട് പറയാതെ അയ്യപ്പന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പൊറാട്ട് നാടകം നടത്തി 4000-ഓളം ആളുകൾ, ആഗോള വികസനം, അതോടൊപ്പം ചർച്ചകൾ, എന്താ അതിന്റെ ഔട്ട്പുട്ട്? എന്താണ് നടന്നത്? എന്നിട്ട് ആളില്ലാത്തതിന്റെ പേര് ചോദിച്ചപ്പോൾ അത് AI ക്യാമറ ആണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ വിശ്വാസികൾ കാണുന്നുണ്ട്. ആ വിശ്വാസികൾ തീരുമാനിക്കും എന്താവണം, എന്താണ് ഇവരുടെ നിലപാട് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ആശങ്ക അറിയില്ല. അതുകൊണ്ട് NSS പിന്തുണച്ചാലും SNDP പിന്തുണച്ചാലും ശരി, ശ്രീ മുഹമ്മദ്, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ശ്രീ മുഹമ്മദ് ഹനീഫ്, ഈ കരുണാകരന്റെ കാലത്ത് കോൺഗ്രസിന്, എസ്പെഷ്യലി UDFന് ഈ സമുദായ സംഘടനകളെ വരുതിയിൽ നിർത്താനുള്ള ഒരു വൈദഗ്ധ്യമുണ്ടായിരുന്നു. ആ വൈദഗ്ധ്യമുള്ള നേതാക്കളുടെ അഭാവമാണോ ഇപ്പോൾ UDF ചെന്നുപെട്ടിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം? തീർച്ചയായും ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്, താങ്കൾ ചോദിച്ചില്ലെങ്കിലും പറയാൻ വിചാരിച്ചൊരു കാര്യമാണ്. കരുണാകരൻ അതിൽ നല്ല മെയ്വഴക്കം കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കേണ്ടതെന്നും അറിയാമായിരുന്നു, എങ്ങനെയാണ് നിയന്ത്രിച്ച് നിർത്തേണ്ടതെന്നും അറിയാമായിരുന്നു, എങ്ങനെയാണ് അവരുടെ അമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളെ പൂട്ടിക്കെട്ടേണ്ടത് എന്നും അറിയായിരുന്നു. അങ്ങനെയാണല്ലോ പിന്നെ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയൊക്കെ ഇവിടുന്ന് മാറിപ്പോകുന്നത്, ഹൈ കമ്മീഷണർക്കായിട്ട് പോകുന്നത്. അങ്ങനെ NDP ഒക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം, NDP ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനെ പിരിച്ചുവിടുന്നത് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തിന് ആ കല നല്ല വശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് വിലപേശൽ രാഷ്ട്രീയവുമായി മുന്നോട്ട് വരുന്ന സമുദായ സംഘടനകളെ നിലക്ക് നിർത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരു നേതൃത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ദുര്യോഗമാണ്. ആൻ്റണി സാറിന് പോലും അത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത് പിന്നീട് വന്നപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സമുദായ സംഘടനകളെ ആശ്രയിക്കുന്ന നില പോലും വന്നു. 2011 സർക്കാരിൽ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയാവാനും ഉപമുഖ്യമന്ത്രിയാവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് താക്കോൽ സ്ഥാനം എന്ന കൃത്യമായ വിശേഷണം നൽകിക്കൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് NSS ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു ഇരട്ട ലക്ഷ്യമുണ്ട്. ഒന്ന്, ഇടതുപക്ഷ മുന്നണി മൂന്നാമതും വരും, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം മൂന്നാമതും വരും എന്ന തോന്നലിൽ നിന്ന് അതിന് ആവശ്യമായ
അനുകൂലമായ ഒരു ഒരുക്കം നടത്തുക ഒരു പക്ഷത്ത്. അഥവാ UDF വരികയാണെങ്കിൽ അത് താക്കോൽ സ്ഥാനത്ത് പിന്നെ NSSൻ്റെ പ്രിയപുത്രൻ എന്ന് അവർ വിചാരിക്കുന്ന രമേശ് ചെന്നിത്തല പിന്നെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം. ഈ ഇരട്ട ലക്ഷ്യമാണ് NSSനുള്ളത്. പക്ഷേ ഇതിൻ്റെ ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പിന്നെ സമുദായ സംഘടനകൾക്ക് പറയാൻ അവകാശമുണ്ട് എന്നത് സ്ഥിരമായി കോൺഗ്രസ് UDF പറയുന്ന ഒരു വാചകമാണ്. സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. പക്ഷേ സമുദായ സംഘടനകൾ പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ്? ഏത് വിഷയത്തിലാണ് അഭിപ്രായങ്ങൾ? അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും പരിഗണനകളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഇവിടെ പിന്നെ സമുദായ സംഘടന എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഈ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള വർഗീയ അടിസ്ഥാനത്തിൽ രണ്ടായി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സമുദായ സംഘടനയുടെ ആവശ്യമെന്നോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ടതിൻ്റെ കാര്യമായിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്? അതേപോലെ തന്നെ NSS പറയുന്നത് അധികാരത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. അധികാര സ്ഥാനങ്ങളിലെ, മന്ത്രിസ്ഥാനങ്ങളിലെ, ഭരണത്തിലെ പങ്കാളിത്തം, അതിലുള്ള പിന്നെ സർക്കാരിൽ അങ്ങനെ ഒരു പങ്കാളിത്തത്തെ കുറിച്ചുള്ള ആരോപണം NSSന് ഇല്ലല്ലോ. NSS ഇല്ല. NSS സ്വാഭാവികമായി ഒരു UDF ഘടകകക്ഷി എന്ന നിലയിൽ അല്ലെങ്കിൽ UDFനെ അനുകൂലിക്കുന്ന സംഘടന എന്ന നിലയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ 2011 തെരഞ്ഞെടുപ്പ് ഹനീഫ, അങ്ങനെയല്ല. ഈ നിലവിലെ മന്ത്രിസഭയെക്കുറിച്ച് ചിലർ ആക്ഷേപിച്ച് പറയുന്നത് തന്നെ കരയോഗ മന്ത്രിസഭ എന്നാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ NSSന് പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശപ്പെടാനില്ല. എന്നാൽ വോട്ടെടുപ്പ് സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് NSS സ്വീകരിച്ച നിലപാട് എന്താണ്? സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ മുന്നോക്ക സംവരണത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടല്ലേ NSS അതിൻ്റെ മണ്ഡലങ്ങളിൽ സ്വീകരിച്ചത്. നിങ്ങൾ തിരുവനന്തപുരം ഇപ്പം NSS പ്രതിനിധീകരിക്കുന്ന ജനസമൂഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിന്ന് നമുക്ക് കാണാവുന്ന മേഖല ഏതാണ്? തിരുവനന്തപുരമാണ്, കോട്ടയമാണ്, പത്തനംതിട്ടയാണ്, പിന്നെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലകളുടെ ചില പ്രദേശങ്ങളാണ്. ഇവിടങ്ങളിൽ UDFൻ്റെ പ്രകടനം എന്താണ്? ആകെ 4 കോൺഗ്രസ് MLAമാരാണ് ഈ ജയിച്ചത്. 4 or 6 കോൺഗ്രസ് MLAമാരാണ് ജയിച്ചത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പിന്നെ UDFൻ്റെ മൊത്തം പ്രകടനം എടുത്ത് നോക്കൂ. അപ്പോൾ NSSൻ്റെ സ്വാധീന മേഖല എന്നത് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിൽ തന്നെ ചില പ്രത്യേക ഏരിയകളാണ്. ഈ മേഖലകളിൽ NSSന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിൽ NSS പരസ്യ നിലപാട് സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ കൊടുത്തു. അവിടെ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തുടർച്ചയായി 2 വട്ടം ജയിച്ചു. ഇതൊക്കെ അപ്പോൾ NSS പറയുന്നിടത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് UDF മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. NSS പറയുന്നിടത്തല്ല അതിൽ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യം UDFൻ്റെ നേതൃത്വത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ പിന്നെ എന്താ പറയുക, സമുദായ സംഘടനകളുടെ നേതാക്കളുടെ ഭീഷണിക്ക് വഴുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വാചകങ്ങൾ ഉണ്ടാവുന്നത്. അവർക്ക് സമുദായത്തിൽ സംഘടനകൾക്ക് പിന്നെ എന്താ പറയുക, പിന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? സമുദായ സംഘടനകൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്ന് കൃത്യമായി പറയേണ്ടതില്ലേ? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അതേസമയം പിന്നെ അധികാരത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടുന്നതും രണ്ടല്ലേ? അതിന് രണ്ടായി തിരിക്കാത്ത NSSനെയും SNDPയും താരതമ്യം ചെയ്യുമ്പോൾ SNDP ജനറൽ സെക്രട്ടറി തുടർച്ചയായി വിഭാഗീയവും വർഗീയവുമായ പ്രസ്താവന നടത്തുന്നു. അതിനെ VD സതീശൻ കൃത്യമായി ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം NSS അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്താറില്ല. NSS കുറെ കൂടി പക്വമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. LDF സർക്കാർ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുകയാണെങ്കിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ അവരുടെ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തുന്നു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? തീർച്ചയായും തെറ്റല്ല. അത് തെറ്റ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങളിലാണ് ഇടപെടുന്നത്. ഇപ്പം UDFൻ്റെ കാലത്ത് താക്കോൽ സ്ഥാനം എന്നത് സമുദായത്തിൻ്റെ ആവശ്യമാണോ? എന്താണ് അത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ പിന്നെ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് സമുദായ സംഘടനയുടെ അതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? സമുദായ സംഘടനയ്ക്ക് എന്താണ് ഗുണം? സമുദായ അംഗങ്ങൾക്ക് എന്താണ് ഗുണം? ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ അവിടെയാണ് എൻ്റെ ചോദ്യം. അതായത് UDF കാലത്ത് നോക്കൂ, SNDPക്ക് വാഗമണിൽ 25 ഏക്കർ സ്ഥലം അനുവദിക്കുന്നു. NSSന് തിരുവനന്തപുരം നഗരമധ്യത്തിൽ കോടികൾ വിലയുള്ള സ്ഥലം അനുവദിക്കുന്നു. അതായത് സമുദായ സംഘടനാ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും ധനപരമായ ഗുണമുണ്ടാകുന്ന തീരുമാനങ്ങളാണ് UDF എടുക്കുന്നത്. അതേസമയം LDF എന്താണ് ചെയ്യുന്നത് നോക്കൂ, അവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുകയാണ്. രാജ്യത്ത് ആദ്യമായി സവർണ സംവരണം നടപ്പാക്കി കാണിച്ച് BJPയെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നടപ്പാക്കൂ. BJP അത് രാജ്യം മുഴുവൻ നടപ്പാക്കുന്നു. അപ്പോൾ അത് സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അതാണ് LDF ചെയ്യുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഞാനും പറയാൻ ശ്രമിക്കുന്ന കാര്യം. ഇവർ നയപരമായ കാര്യങ്ങളിൽ NSSന് അനുകൂലമായ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഈ സംവരണ നയം പിന്നെ ബില്ല് പാസ്സായതിനു ശേഷം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം.
താങ്കൾ പറഞ്ഞതുപോലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം 99% മുന്നോക്ക വിഭാഗങ്ങൾ ജോലി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയതിന് ശേഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഈ വെല്ലുവിളി ഉയർത്തുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണോ വിളിക്കേണ്ടത്, വർഗീയ ധ്രുവീകരണം എന്നാണോ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ സാമുദായികമായ ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഈ ഹൈന്ദവ സമുദായ സംഘടനകളെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ കരുതുക. അത് വിഭാഗീയത ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അയ്യപ്പ സംഗമം കാണുന്നു, NSSുമായുള്ള സൗഹൃദം ഊർജിതമാകുന്നു കാണുന്നു. അതേസമയം തന്നെ കോഴിക്കോട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു. അപ്പോൾ ആ ഒരു ബാലൻസിങ് LDF നടത്തുന്നുണ്ട്. അത് തീർത്തും ബാലൻസിങ് മാത്രമാണ്. ഈ ഫലസ്തീൻ അനുകൂല രാഷ്ട്രീയ സമ്മേളനമല്ലേ അതൊരു രാഷ്ട്രീയ നിലപാടല്ലേ? അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമാണോ? ഫലസ്തീൻ മുസ്ലിങ്ങളുടെ പ്രശ്നമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമാണോ? അതൊരു സാർവദേശീയ പ്രശ്നമാണ്. അതിൽ സാർവദേശീയമായ നിലപാടുകളുള്ള ഒട്ടനവധി ജനവിഭാഗങ്ങളിവിടെ ഉണ്ട്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം മാത്രമാണ്. അത് മുസ്ലിം പ്രശ്നമല്ല. അത് പിന്നെ എന്താ പറയുക, അയ്യപ്പ സംഗമത്തിന് സമാന്തരമായോ അതിൻ്റെ പ്രതിപക്ഷത്ത് നിർത്താവുന്നതോ ആയ ഒരു പ്രശ്നമല്ല. അതൊരു ബൈനറി ആയിട്ട് നിർത്താൻ കഴിയുന്ന കാര്യമല്ല. അയ്യപ്പ സംഗമം എന്നത് തീർത്തും സാമുദായികമായ കാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നയം, അല്ലെങ്കിൽ ഇടതുപക്ഷം അത് ഒരു പ്രത്യയശാസ്ത്രപരമായ അർത്ഥത്തിൽ ഒരു പിന്നെ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. ഈ മതനിരപേക്ഷ പ്രസ്ഥാനം ഒരു സാമുദായിക സംഘടനയുടെ അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളുടെ പിന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് സമകാലികമായ രാഷ്ട്രീയവുമായി അതിനെ ബന്ധിപ്പിച്ച് വായിക്കുമ്പോൾ മാത്രമേ ആ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ വർഗീയതയെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിന് അനുകൂലമായ നിലപാടുകളാണ്, അതിനെ സാധൂകരിക്കുന്ന നിലപാടുകളാണ് ഗവൺമെൻറ് തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇപ്പോൾ പിന്നെ NSS പോലുള്ള ആളുകൾ വരുന്നത്. താങ്കൾ ചോദിച്ച പോലെ NSSന് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളല്ല അതിൻ്റെ സമുദായത്തിലുള്ളത്. ഇനി ആണെങ്കിൽ പോലും അത് എവിടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്? ഈ കേരളത്തിലെ BJPയുടെ വളർച്ച താങ്കൾ പരിശോധിച്ച് നോക്കൂ. BJPയുടെ വോട്ട് ശതമാനം 20%. കേരളത്തിൽ 20% വോട്ടുകൾ BJPയുടെ കൈവശമാണ്. അതിൽ ആരുടെ വോട്ടാണ്? സ്വാഭാവികമായും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടല്ല. ഇവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം 50% അടുത്ത് അല്ലെങ്കിൽ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്നാണ് ഈ 20% BJP കവർന്നെടുക്കുന്നത്. അപ്പോൾ ആ BJP എന്ന് പറഞ്ഞത് ഏകദേശം കേരള ജനസംഖ്യയുടെ 40%ആയിട്ടാണ് BJPയുടെ വോട്ട് വീതത്തെ നമ്മൾ കാണേണ്ടത്. ഇവിടെയുള്ള മുന്നോക്ക വിഭാഗങ്ങളിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുന്നോക്ക വിഭാഗങ്ങളിലും ഈഴവ ജനവിഭാഗങ്ങളിലും പെട്ട 2-1 അല്ലെങ്കിൽ 3-1 BJPയുടെ വോട്ടറാണ്. ഇങ്ങനെ BJPയിലേക്ക് ഒഴുകിപ്പോയ പിന്നെ മുന്നോക്ക വോട്ടുകളെ പരിഗണിക്കാതെയാണ് മേൽത്തട്ടിൽ നിൽക്കുന്ന ഈ നായർ പിന്നെ അല്ലെങ്കിൽ NSSന്റെ നേതൃത്വത്തിലെ ആളുകൾ മാത്രം അത് തന്നെയല്ലേ. അതായത് ഈ വോട്ടുകൾ ഇനി BJPയിലേക്ക് പോരുത്, LDFയിലേക്ക് വരണം, ഒഴുകിപ്പോയത് തങ്ങളുടെ വോട്ടുകളാണ് എന്നവർ തിരിച്ചറിയുകയും ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ചരിത്രം BJPയുടെ വളർച്ച നിരക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. BJP ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ പോലും അതിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന 40 വർഷമോ 50 വർഷത്തോളമായി വോട്ട് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മുതൽ ആലപ്പുഴ വരെയുള്ള മണ്ഡലങ്ങളിൽ CPMന്റെ വോട്ട് ഒലിച്ചു പോകണമെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ SNDPയെയും NSSനെയും കൂടെ നിർത്തണമെന്ന് CPM ആഗ്രഹിക്കുന്നു. അതിലെന്താണ് തെറ്റ്? അതങ്ങനെയാണോ നിർത്താൻ കഴിയുക? ഇവിടെ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ്, ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സാമുദായികമല്ല. തെരഞ്ഞെടുപ്പ് എന്നത് സാമുദായിക അടിസ്ഥാനത്തിലല്ല, അധികാരം എന്നത് സാമുദായിക അടിസ്ഥാനത്തിലല്ല, അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. UDF ആയാലും ശരി LDF ആയാലും ശരി പരിഗണിക്കേണ്ടത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. കേരളത്തിൽ രാഷ്ട്രീയമായപ്പോൾ ഇവിടെ റെജിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയമായ ഒരു ഭരണവിരുദ്ധ വികാരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് UDF സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അതിനെ സാമുദായിക അടിസ്ഥാനത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇപ്പോൾ എന്താണോ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അനുകൂലമായി നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്നത് CPM തന്നെയാണ്. നിങ്ങളിതിനെ സാമുദായികമായ പരിവർത്തനത്തിലേക്ക് മാറ്റി തീർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള സാമുദായിക ശക്തികളുടെ ശ്രമങ്ങളെ പരോക്ഷമായോ പ്രത്യക്ഷമായോ പിന്തുണയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ഇവിടെ വർഗീയമായി അല്ലെങ്കിൽ സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമായിരിക്കും. ഇതൊരു തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പഠിക്കാതെയാണ് ഇവർ ശ്രമിക്കുന്നത്. അവർ പിന്നെ ഈ സമുദായ നേതാക്കളുടെ ഭീഷണി കേൾക്കുമ്പോഴേക്ക് വേറെ ഓടുന്നത് എന്തിനാണ്? അത് പിന്നെ ഈ സതീശിനെ പോലെ VD സതീശിനെ പോലുള്ള ആളുകൾ എന്തിനാണ് ഇവരുടെ ഓടുന്നത്?
അതാണ് ചോദ്യം. ശരി, രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം സാമുദായികമായി നേരിടുന്നത് അബദ്ധമായിരിക്കുമെന്ന് UDF നേതൃത്വം മനസ്സിലാക്കണം. ശരി, ശ്രീ പി കെ ഗോപൻ നോക്കുക, ഈ വെള്ളാപ്പള്ളി നടേശനും സർക്കാരിനൊപ്പമാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായ സംഘടന SNDP ഉണ്ട്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമല്ലാത്ത എല്ലാ വേദികളിലും അദ്ദേഹം വിഭാഗീയവും വർഗീയവുമായ പ്രസ്താവന നടത്തുന്നുണ്ട്. പിണറായി വിജയൻ ഒരിക്കലും അതിനെ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വേദികളിലും അദ്ദേഹത്തെ പുകഴ്ത്തുകയും കുമാരനാശാനോട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു വശത്ത് തേര് തെളിച്ചുകൊണ്ട് സാമുദായിക വിഭജനം നടത്തുന്നു കേരളത്തിൽ. അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിലൂടെ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് പിണറായി വിജയനും LDF-ഉം CPM-ഉം ലക്ഷ്യം വയ്ക്കുന്നത്? NSSനെ ചേർത്ത് നിർത്തുന്നതിലൂടെ NSSന്റെ വോട്ടുകൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് രണ്ടും, അതായത് നിരന്തരം വിഭാഗീയ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശനെ ഒരു വശത്തും മറുവശത്തെ G. സുകുമാരനാരായണനെ ചേർത്ത് നിർത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ആൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവില്ലേ? അല്ല, എനിക്ക് ഈ പ്രശ്നത്തെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. കാരണം NSSന്റെ ഏതെങ്കിലും സാമുദായിക ആവശ്യം, SNDPയുടെ സാമുദായിക ആവശ്യം UDFന്റെ കാലത്തേതുപോലെ LDFന്റെ മുമ്പിൽ അവർ ഉന്നയിച്ചിട്ടുമില്ല. LDF അത് കേൾക്കത്തുമില്ല. അപ്പോൾ UDFന്റെ മുമ്പിൽ അവർ വെക്കുന്നത് അവർക്ക് പ്രാതിനിധ്യം, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് സ്ഥാനമാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സമുദായത്തിൻ്റെ അത്തരം ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് അവർ സാധാരണ UDFന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. LDFന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയമില്ല. LDF ഗവൺമെൻറ്റിനകത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദം അതിനകത്തുണ്ട്. അത് ആരും പ്രത്യേകിച്ച് ഏതെങ്കിലും സമുദായ സംഘടനകൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം അതിലുണ്ട്. അതുപോലെ പൊതുവായ ആവശ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് LDF നടപ്പിലാക്കുന്നത്. അല്ലാതെ NSS SNDPയുടെ പ്രത്യേക ആവശ്യങ്ങളൊന്നും അല്ല അതിനകത്ത് വരുന്നില്ല. ഈ ശബരിമല അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും സാമുദായിക സംഘടനകളെന്ന തരത്തിൽ അവർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ നിലപാടെടുക്കാം. ആ തെറ്റിദ്ധാരണ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ കഴിഞ്ഞ 7-8 വർഷമായി നിരീക്ഷിക്കുന്നത് കൊണ്ടോ അവർക്ക് ശരിയായി ഇതിനകത്ത് കള്ളക്കളി കളിക്കാത്തത് ഇടതുപക്ഷമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇവിടെ മുഹമ്മദ് ഖനീഫ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് അതിനെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുപോകരുത്, അപകടമാണത്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടല്ല NSS SNDPയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ്റെത്. മുഖ്യമന്ത്രി പങ്കെടുത്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വീകരണ യോഗത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി സ്വീകരണം കൊടുക്കുന്നിടത്ത് എന്നിട്ടല്ല അദ്ദേഹത്തെ വിമർശിക്കേണ്ടത്. അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടോ സാമുദായിക നിലപാടോ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയ ദിവസം തന്നെ CPIMന്റെ ഔദ്യോഗിക അഭിപ്രായം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയായിട്ട് പുറത്തു കൊടുത്തു. ഇത്തരം വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല എന്ന് CPIM അസന്നിഗ്ധമായി അത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളിന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ആവശ്യമില്ല. കാരണം ഇത് മറ്റ് പ്രശ്നങ്ങളിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാടും അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഏറ്റവും വലിയ ശക്തമായി വികാരം ഉണ്ടാക്കാൻ RSS നടത്തുന്ന പരിശ്രമത്തെ നേരിട്ട് എതിർക്കുന്നത് ആരാ? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടെ ഞാൻ പറയാം. അല്പം ചരിത്രത്തിലേക്ക് പോകണം. നമ്മൾ അത് ചർച്ച നടത്തരുത്. ഈ അയ്യപ്പ സംഗമത്തിന്റെ പ്രശ്നം എടുക്കുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകളുടെ ഖബർ കുഴിച്ചെടുത്ത് അവിടെ റേപ്പ് ചെയ്യണം എന്ന് പ്രസംഗിച്ച ഒരാൾ ഇന്ന് UP മുഖ്യമന്ത്രിയാണ്. അയാളുടെ അനുമോദന പത്രം അയ്യപ്പ സംഗമത്തിൽ അഭിമാനത്തോടെ വായിക്കുകയാണ് മന്ത്രി VN വാസവൻ. ആ VN വാസവനാണ് ആചാരം സംരക്ഷിക്കുമെന്ന് NSS ജനറൽ സെക്രട്ടറിക്ക് വാക്കുകൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ അജിംസ, ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അവിടുത്തെ അയ്യപ്പ സംഗമത്തെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും പകരം ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്ത RSS ആണ്. ആ RSSന്റെ ഇതുപോലെ കടുത്ത വർഗീയത, ചെങ്കോട്ടുകോണം സ്വാമിയേക്കാൾ വർഗീയത പറയുന്ന യോഗി ആദിത്യനാഥാണ് RSS എതിർക്കുമെന്ന് പറഞ്ഞ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത്. അത് യോഗിക്ക് മാത്രമല്ല സാർ കത്തയച്ചത്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ അയ്യപ്പനെ കാണാൻ വരാത്ത ഒരു 5-6 സ്റ്റേറ്റുകളുണ്ട്. അവിടെ നിന്ന് വലുതായിട്ട് ഇവിടെ ആരും വരുന്നില്ല. ബാക്കി ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിന്നോ അയ്യപ്പ സംഗമത്തിന് അല്ലെങ്കിൽ എല്ലാ വർഷവും തീർത്ഥാടനത്തിന് ആളുകൾ വരുന്നോ അവിടുത്തെ എല്ലാ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അങ്ങയുടെ ഈ അഭിപ്രായമല്ല മന്ത്രി VN വാസവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പോലും. അല്ല, മുഖ്യമന്ത്രിമാരെന്നുള്ള കാര്യത്തിൽ ക്ഷണിച്ചതിന്റെ ഭാഗമാണത്. അതിപ്പം അദ്ദേഹം അയ്യപ്പ ഭക്തനല്ലെങ്കിൽ ക്ഷണിക്കുന്ന പ്രശ്നമില്ല, അത് വേറൊരു കാര്യം. വിഷയം അതല്ല. അദ്ദേഹം യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ഇവിടുന്ന് കത്തയച്ചിട്ടുണ്ട്. അതിൽ യോഗി ആദിത്യനാഥ് കത്തയച്ചപ്പോൾ അതിനെ എങ്ങനെ കാണേണ്ടത്?
RSS സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു മതനിരപേക്ഷ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതിന് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി കടുത്ത വർഗീയവാദിയാണ്. നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വർഗീയവാദം അയാൾ പറയുന്ന ആളാണ് ഈ യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദ് എന്ന വിഷയം, ഞാൻ ആ വിഷയത്തെ ചരിത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ആ വിഷയം ഉണ്ടായപ്പോൾ ശ്രീ അജിംസിന്, നല്ല പത്രപ്രവർത്തകനും നല്ല അവതാരകനും ഓർമ്മയുണ്ടാവുമല്ലോ, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ എന്നൊരു കൗൺസിലുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇപ്പോൾ അത് BJP ഓർഗനൈസ് ചെയ്യുന്നില്ല. അതിനകത്ത് മുഖ്യമന്ത്രിമാരും ദേശീയ പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് വരുന്നത്. ബാബറി മസ്ജിദ് വിഷയം വന്നപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് നരസിംഹറാവുവിനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ആ മീറ്റിംഗ് കൂടിയപ്പോൾ CPM ജനറൽ സെക്രട്ടറി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഞങ്ങൾ ചരിത്രത്തിൽ ഇന്നേ വരെ 356 വകുപ്പിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ്. കാരണം ഞങ്ങളുടെ മേലാണ് അത് ആദ്യം പ്രയോഗിച്ചത്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റിന് പിരിച്ചുവിടാനുള്ള ആ റൈറ്റ് ഞങ്ങൾ തൽക്കാലം ഉയർത്തിപ്പിടിക്കുകയാണ്. കല്യാൺ സിംഗ് ഗവൺമെന്റ് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ സംരക്ഷണം, അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ട് ആ ഗവൺമെന്റിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ബാബറി മസ്ജിദ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന നിലപാട് CPM എടുത്തു. ആ നിലപാട് കോൺഗ്രസ് അംഗീകരിച്ചില്ല. ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ അവിടെ ചെന്നില്ല, ഒരു പോലീസുകാരൻ ചെന്നില്ല, തകർക്കട്ടെ എന്ന് കരുതി. അതിനു മുമ്പ് മുസ്ലിം ജീവനാംശത്തിന്റെ ബില്ലിനെ സമീകരിക്കാൻ വേണ്ടി അവിടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമിക്കാർക്ക് തുറന്നു കൊടുത്തത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് അവിടെ അന്നത്തെ രാമായണം സീരിയലിലെ 2 പേരെ കൊണ്ടുവന്നു. ഒന്ന് രാമനായിട്ട് അഭിനയിച്ച അരുൺ ഗോവിൽ, രണ്ടാമത് സീതയായിട്ട് അഭിനയിച്ച ദീപിക എന്ന നടി. 2 പേരെയും കൊണ്ടുവന്നിട്ട് ഇത് രാമനും സീതയാണെന്ന് പറഞ്ഞ് അവിടുന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. ഇവിടെയാണ് 2 സീറ്റുള്ള BJP കർസേവയായിട്ട് ഇറങ്ങിയത്. ആ കർസേവയ്ക്ക് ഇറങ്ങിയ BJPയെ അറസ്റ്റ് ചെയ്യുന്നത് CPIMന്റെ പിന്തുണയുള്ള നമ്മുടെ വിശ്വനാഥ പ്രതാപ് സിംഗ് ആണ്. അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ട് അറസ്റ്റ് കഴിഞ്ഞപ്പോൾ BJP പിന്തുണ വിലവലിച്ചു. അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചു, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാതിരിക്കാൻ, ഞാൻ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു. കരളിൽ കവിതയുള്ള മാണ്ഡരാജവംശം ദത്തെടുത്ത് വളർത്തിയ വിശ്വനാഥ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും സർഗാത്മകനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങോട്ടൊരു നിലപാടെടുത്തപ്പോൾ രാജീവ് ഗാന്ധി അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ BJPയിലേക്ക് 12 മുഖ്യമന്ത്രിമാർ, 20 PCC പ്രസിഡന്റുമാർ, കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ, 435 MLAമാരെയും MP മാരെയും കൊടുത്ത് BJPയെ ബലപ്പെടുത്തിയ ഒരു പാർട്ടി. അന്ന് BJP ഇടക്കാലത്ത് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ UPA സർക്കാരിന് പിന്തുണ കൊടുത്തു. BJP വരാതിരിക്കുക എന്ന ഒറ്റ ടാർഗറ്റ്. അന്ന് സോണിയാഗാന്ധി CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്ന് പറഞ്ഞത് 12 മന്ത്രിമാരെ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ. 12 പോയിട്ട് ഒരു മന്ത്രിയെ ഞങ്ങൾ സ്വീകരിച്ചില്ല, സ്പീക്കർ പദവി അല്ലാതെ ഒന്നും സ്വീകരിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഞങ്ങൾ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമല്ല. പക്ഷേ ശ്രീ അജിംസ് 6 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിന് അന്നുണ്ടായിരുന്നു. ഈ ശബരിമലയെ കുറിച്ച് ഇപ്പോ ശ്രീ റിജിൽ മാക്കുറ്റി ഇരുട്ടിൽ തപ്പുകയാണ്. അവിടുത്തെ എയർപോർട്ട്, അവിടുത്തെ റെയിൽവേ അങ്ങ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോ ചോദിച്ചപ്പോ ആ വികസനത്തെ അഡ്രസ് ചെയ്യാതിരുന്നവർ 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10ാമത്തെ വർഷം എന്തിനു നടത്തുന്നു ചോദിക്കുക. ഈ കഴിഞ്ഞ 9 വർഷവും ഞങ്ങൾ അവിടെ ചെലവാക്കിയത് കോൺഗ്രസ് 196 കോടി രൂപയാണ് കോൺഗ്രസിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ 2 ഘട്ടങ്ങളായി ചെലവാക്കിയതെങ്കിൽ 10 വർഷത്തെ പിണറായി വിജയൻ 700 കോടിക്കടുത്താണ് അവിടെ ചെലവാക്കിയത്. അതിനകത്ത് നല്ലൊരു പങ്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കൂടിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 2050 ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തെ ഒരു പുൽച്ചെടി പോലും നശിപ്പിക്കാതെ മനുഷ്യരെ എങ്ങനെ അവിടെ കയറ്റി, ഭക്തരെ എങ്ങനെ അവിടെ കയറ്റി തീർത്ഥാടനം നടത്തി തിരിച്ചു കൊണ്ടുപോകാന്നുള്ള ആഗോള വീക്ഷണമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ കെ ജയകുമാറിനെ പോലുള്ള പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥന്മാരെ പോലുള്ള ആളുകളെ അവിടെ ഇരുത്തി, അതുപോലുള്ള പ്രഗത്ഭരെ ഇരുത്തിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടെക്നോക്രാറ്റുകളെ ഇരുത്തിയിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടുകൂടി ഒരു നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അവിടെ NSS അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവർക്ക് മനസ്സിലായി ഇത് കള്ളക്കളിയല്ല CPM കളിക്കുന്നത്. വികസന പദ്ധതികളൊക്കെ അംഗീകരിക്കുമെന്ന് ചോദിക്കട്ടെ, വിമാനത്താവളത്തിന് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഭൂമി ഏതാണ്? വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്ന ഭൂമി കേരള ഹൈക്കോടതിയിൽ നിന്ന് തടസ്സമില്ലാത്ത ഏത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമോ അതെടുക്കും. സെൻട്രൽ ഗവൺമെന്റിന്റെ പരിസ്ഥിതി അനുമതി കിട്ടുന്ന ഏത് ഭൂമി ഏറ്റെടുക്കാം. ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി മുറിച്ചു വിറ്റതാണ്, അത് സർക്കാർ ഭൂമിയാണ് എന്ന ആദ്യ വാദം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദൻ ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ് നിയമയുദ്ധവും രാഷ്ട്രീയ പോരാട്ടവും തുടങ്ങി അതേ ഭൂമി ഇതാ നിങ്ങൾക്ക് ഞാൻ പൈസ തന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് തിരിച്ച് ഏറ്റെടുക്കുകയാണ്. ഇത് അഴിമതി അല്ലാതെ പിന്നെ മറ്റെന്താണ് PK ഗോപൻ?
അല്ല, പൈസ കോടതിയിലാ കെട്ടിവെക്കുന്നേ. അല്ല, എവിടെയാണെങ്കിലും പൈസ കോടതിയിലാ കെട്ടിവെക്കുന്നത്. എന്റെ ഭൂമി നേരിട്ട് കൊടുക്കുക. എന്റെ ഭൂമി നിങ്ങൾ തട്ടിയെടുത്തിട്ട് ഒരു നിമിഷം എന്റെ ഭൂമി നിങ്ങൾ തട്ടിയെടുത്തിട്ട് ആ ഭൂമി എനിക്ക് വേറൊരു പ്രൊജക്ട് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, കോടതി തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, കോടതിയിൽ നിന്ന് ഞങ്ങൾ തർക്കം കഴിയുമ്പോൾ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിക്കുക. ഇതെന്ത് പരിപാടിയാണ്? അയ്യോ, ആ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഡ്വക്കേറ്റുമാരോട് അങ്ങൊന്ന് ഈ സമയം കഴിഞ്ഞൊന്ന് അന്വേഷിച്ചാൽ മതി. അതായത് ഹാരിസൺ മലയാളത്തിൻ്റെ ആ ഭൂമി ഇപ്പോൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തുക കെട്ടിവെക്കുമ്പോൾ കോടതി അത് അവരുടേതാണെന്ന് വാദിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും. ഗവൺമെന്റിനെ ആണെന്ന് വാദിക്കുകയാണെങ്കിൽ പൈസ ഇവിടെ തരും. അതുവരെ ഈ ശബരിമല വികസനം മുടങ്ങില്ല. അത്ര വലിയ തന്ത്രത്തോടു കൂടിയാണ് ആ സമീപനം. അതിന് സാർവലൗകികമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയ ഒരു സമീപനമാണ് LDF എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ റിജിൽ മാക്കുറ്റി ഇരുട്ടി തപ്പോഴും കോൺഗ്രസിന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയായിരിക്കുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് കരമടയ്ക്കാൻ അനുമതി കൊടുത്തത് ഏത് സർക്കാരിന്റെ കാലത്താണ്? ഗോപകുമാർ, ശ്രീ ഗോപൻ, ഏത് സർക്കാർ അനുമതി കൊടുത്തത്? കരമടയ്ക്കാൻ അനുമതി കൊടുത്ത കോടതിയുടെ പരിഗണനയിലാണ് സാർ അത്. അവിടെ ഒരു നിമിഷം, കോടതിയിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിൽക്കുന്നു, അപ്പൊ സർക്കാർ പറയാണ് നിങ്ങൾ കരമടച്ചോളാൻ. ഇതെന്ത് പരിപാടിയാണ്? അല്ല, ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണത്. അതിനകത്ത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ പരിധിയിൽ എത്തിയൊരു കേസാവുമ്പോൾ കരമടച്ചത് തെറ്റാണോ? സർക്കാർ തന്നെ പറയാണ് നിങ്ങൾ കരമടച്ചോളാൻ. ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചോളൂ. അത് നമ്മുടെ വികസനം നടന്നേ മതിയാവും. ശബരിമലയിൽ വിമാനത്താവളം വരണം, ശബരിമലയിൽ റെയിൽവേ വരണം. അതായത് കേസ് ജയിക്കില്ല, കേസ് ജയിക്കാൻ സർക്കാർ താല്പര്യമില്ല, പണം കൊടുത്തിട്ടുള്ള അവരെ ആ ഭൂമി ഏറ്റെടുക്കണം. അതാണ് നടക്കുന്നത്. അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഞാനത് ഇതല്ല ഞാൻ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കട്ടെ. ഒരു മിനിറ്റ് ഇതാ. ശരി, പറഞ്ഞു അവസാനിപ്പിച്ചോളൂ. ശ്രീ അജിം സേ, ഞാൻ പറയുന്നത് ഒരു മനുഷ്യജീവിയാണ് ഈ ബിന്ദു അമ്മണി. അവരെ എത്ര മോശമായിട്ടാണ് എനിക്ക് BJP സുഹൃത്തുക്കൾ പറഞ്ഞാൽ അത് മനസ്സിലാവും. പക്ഷെ റിജിലിനെ പോലെ നല്ല പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കോൺഗ്രസ് ഇവരെ ഒരു കുലത്തിൽ പറഞ്ഞവരല്ല, കുടുംബത്തിൽ ദളിത് വിഭാഗത്തിൽ യഥാർത്ഥ ഭക്തയല്ല, അവരെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല. ഞാൻ ഒരിക്കലും ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ ഇവിടെ നേരത്തെ മുഹമ്മദ് ഹനീഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സാമുദായിക സംഘടനകൾ ഒരു പ്രഷർ ഗ്രൂപ്പുകൾ എന്ന നിലയിലൊക്കെ മുന്നണികളെയും സർക്കാരിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കും, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും എന്നതിനപ്പുറം വോട്ടിനെ സ്വാധീനിക്കാനുള്ള കഴിവില്ല എന്നൊരു നിഗമനത്തിലാണോ UDF ഇപ്പോഴുള്ളത്? ശ്രീ അജിംസേ, സാമുദായിക സംഘടനകൾ അവർ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അവർ അവരുടേതായ രാഷ്ട്രീയം നിലപാടുകൾ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ ജനങ്ങളുണ്ടല്ലോ, സ്വാഭാവിക ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ദുരിതങ്ങൾ പേറുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത്. സമുദായ സംഘടനകൾക്ക് എന്തും പറയാം, അവർക്ക് നിലപാട് സ്വീകരിക്കാനും ഞങ്ങൾ ആരും എതിരല്ല, ഞങ്ങൾ അവരെ തെറിവിളിക്കാനും പോകുന്നില്ല. പക്ഷേ ഇവിടെ CPM-ന്റെ പ്രതിനിധികളുടെ സമീകരണം കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. അദ്ദേഹം ഈ പറയുന്ന ആളുകളെയൊക്കെ തന്നെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തത്? വെള്ളാപ്പള്ളി നടേശൻ തന്നെ പിണറായി വിജയൻ ഏറ്റവും വലിയ വിശ്വാസിയാന്ന് പറയുന്നു. എന്താ പിണറായി വിജയന്റെ പ്രതികരണം വരാത്തത്? മത്തായി ചാക്കോ അദ്ദേഹത്തിന് അന്ത്യകൂദാശ കൊടുത്തപ്പോൾ ആ താമരശ്ശേരി ബിഷപ്പിനെ എടോ നികൃഷ്ടജീവി എന്ന് വിളിച്ച് ആക്ഷേപിച്ച പിണറായി വിജയൻ ഇപ്പം എന്തേ വായിൽ നാവില്ലേ? വിശ്വാസിയാണോ വിശ്വാസിയല്ല എന്ന് പറയാൻ വെള്ളാപ്പള്ളി നടേശൻ പറയാണല്ലോ. ആ വെള്ളാപ്പള്ളി നടേശൻ തന്നെ കേരളത്തിനകത്ത് അദ്ദേഹം SNDP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ്, തർക്കമില്ലാത്ത കാര്യം. പക്ഷേ അദ്ദേഹം ഇക്കാലം അത്രയും എടുത്ത നിലപാട് എന്താണ്? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഏത് രൂപത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ? എന്താണ് ഈ സർക്കാരിന്റെ നിലപാട്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ RSSനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള പ്രചാരബലം നടത്തുന്നു. യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് അത് ഏറ്റവും വലിയ, ഇപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നതിനപ്പുറത്തേക്ക് മന്ത്രി പറഞ്ഞ കാര്യമുണ്ട്. അത് അഭിമാനമായും ഏറ്റവും വലിയ പിന്തുണയായി കാണുന്നത് ഈ സർക്കാരിലെ മന്ത്രിയാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു വർഗീയവാദിയുടെ പിന്തുണ. ആ യോഗി ആദിത്യനാഥ് തന്നെ RSS സംഘടിപ്പിച്ച് അവർക്കും പിന്തുണ കൊടുത്തിട്ടുണ്ട്, അവരെ അനുമോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് നടത്തിയാൽ മതിയായിരുന്നു.
പിന്നെ ഇവർ പറയും എവിടെയാണ് ഇപ്പോൾ RSSനെതിരായുള്ള പോരാട്ടം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കേരളത്തിലെ DGP ആരാ? രവത ചന്ദ്രശേഖർ, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ചീഫായ ഒരാളെ കേരളത്തിൽ DGP ആയി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ആളില്ലാത്തതിന്റെ പേരിലാണോ യോഗേഷ് ഗുപ്തയും അതോടൊപ്പം നിതിൻ അഗർവാളിനെയും മാറ്റി എന്തേ മോദിയുടെ വിശ്വസ്തനെ ഇവിടെ കൊണ്ടുവന്നത്? കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് RSSന് പാട്ടം കൊടുത്ത് പിണറായി വിജയനല്ലേ? എന്താ കാരണം? പിണറായി വിജയനും മകളും ജയിലിൽ പോകാതിരിക്കാൻ മോദിയുടെ പ്രീതിക്ക് വേണ്ടി ദയാദാക്ഷ്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങളാണ് വലിയ RSS വിരുദ്ധരെന്ന്. VP സിംഗിനെ പിന്തുണക്കുകയും അതോടൊപ്പം തന്നെ ആ സർക്കാരിന്റെ BJPയുടെ പിന്തുണയും നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ? നിങ്ങളല്ലേ കാലാകാലമായി RSS ഉൾപ്പെടെയുള്ള അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാന ജനസംഘമായും BJPയും കൂട്ടുകൂടിയ നിങ്ങളല്ലേ? ഞാൻ ചരിത്രത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശിവദാസ മേനോന് പിന്തുണ നേടി പാലക്കാട് ലാൽകൃഷ്ണ അഡ്വാനി വന്ന് വോട്ട് ചോദിച്ചത് നിങ്ങളുടെ നേതാവിന് വേണ്ടിയിട്ടല്ലേ? അതൊക്കെ നിങ്ങൾ നടത്തിയിട്ടില്ലേ? നിങ്ങൾ RSSുമായി അകലെ നിർത്തിയവരാണോ? അല്ലല്ലോ. നിങ്ങൾ ആ ഘട്ടത്തിലൊക്കെ അവരുമായി നിലപാട് സ്വീകരിക്കുക, അവരോട് ഒന്നിച്ച് മത്സരിക്കുകയൊക്കെ ചെയ്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ജനസംഘത്തിന്റെ പിന്തുണയോടെയല്ലേ കൂത്തുപറമ്പിൽ മത്സരിച്ചത്? KG മാരാർക്ക് നിങ്ങൾ ഉദുമയിൽ പിന്തുണ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു വളരെ കൃത്യമാണ് ശ്രീ അജിംസെ, കേരളത്തിനകത്ത് കുറച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPMന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിനകത്ത് ഇപ്പൊ അവരൊരു ഇസ്ലാമോഫോബിയ സെറ്റ് ചെയ്യാണ്. ആ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്ത്? ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഇവരുടെ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലല്ലേ? അതെന്താണ്? അത് ഇവരുണ്ടാക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഇക്കാലം അതിൽ കൂട്ടുകൂടാത്തവർ, അവരുമായി ചേരാത്തവർ, അവരുമായി സംസാരിക്കാത്തവർ, അവർ സമ്മേളനത്തിൽ പോകാത്തവരാണ് ഇവർ. അല്ലല്ലോ, ഒന്നിച്ച് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ആളുകളല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ കേരളത്തിനകത്ത് ഉണ്ടാക്കുന്ന കാരണം എന്താ? BJPയുടെ അതേ ലൈൻ ഇവിടെ എടുക്കുകയാണ്. അതുകൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരു നിലപാട് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? അല്ല റിജിൽ, ഇസ്ലാമോഫോബിയുടെ ഭാഗമാണോ റിജിൽ? ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ വിമർശിച്ചാൽ ഇസ്ലാമോഫോബിയ ആവുമോ? അതല്ല, അത് ഉണ്ടാക്കുന്ന എന്താണ്? ഞാൻ പറയുന്ന ഒരു കാര്യം ആ രൂപത്തിലേക്കാണ് ഇസ്ലാമോഫോബിയ. ഇവർ RSSന്റെ ഇപ്പം ഇവിടെ ഭൂരിപക്ഷ വോട്ട് നേടുക എന്നുള്ളതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് സംഘമൊക്കെ നടത്തി. പക്ഷെ അതിനകത്ത് അവർക്ക് ബോധ്യപ്പെട്ടു ഇവരുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെട്ടു. പാഷാണം വർക്കിയെ പോലെ ഇപ്പൊ പുതിയ നിലപാടുമായിട്ട് മുമ്പോട്ട് പോവാണ്. കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ സൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടി CPM എടുക്കുന്ന നിലപാടുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അന്തസ്സുള്ള നിലപാടെടുക്കുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരായി ഏതെങ്കിലും നിലപാട് കേസെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ ഓരോ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. എന്തിനു പറയുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ആക്ഷേപിച്ചത്. അപ്പൊ ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? എന്താ അതിന്റെ ലക്ഷ്യം? മലപ്പുറത്തെ ആ രൂപത്തിൽ ചിത്രീകരിക്കുമ്പോൾ അത് ഇസ്ലാമോഫോബിയ വരില്ലേ? ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒന്നിച്ചു ചേർന്നവരെ ആ ഭീകരവാദികൾ തീവ്രവാദികളുമായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ പിറകിൽ CPMന്റെ ലക്ഷ്യം എന്താണ്? അത് ചെറുതായി കാണാൻ ആവശ്യമുണ്ടോ? MSF എന്ന് പറയുന്ന സംഘടനയെ, ഈ കേരളത്തിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയെ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താ ഇവർ വെറുതെ പറയുന്ന കാര്യമാണോ? അപ്പൊ ഇത് വളരെ കൃത്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ കേരളത്തെ വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള പണിയുടെ ഭാഗമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ശബരിമലക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ശബരിമല വിഷയത്തിനകത്ത് ഇവരെടുത്ത നിലപാടുണ്ട്. ഞാനിപ്പോ ഇവിടെ ബിന്ദു അമ്മണിയെ കുറിച്ചും അവരെ ഏത് തരത്തിലും ആക്ഷേപിച്ചു. ബിന്ദു അമ്മണിയെ പോലെയുള്ള ആളുകൾ ആക്ടിവിസ്റ്റിനെയാണ് അവിടെ കയറ്റിയത്. ഭക്തരായിട്ടുള്ള ആളുകൾ ആരും പോയിട്ടില്ലല്ലോ. അവരെ കയറ്റുന്നതിന് വേണ്ടി എല്ലാ തീരുമാനം എടുത്തല്ലേ. ഞാൻ അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ആക്ഷേപിച്ചിട്ടില്ലല്ലോ. അതെന്റെ പേരിൽ ചാരേണ്ട ആവശ്യമില്ല. അത്തരം ആളുകൾ മാത്രമാണ് അതിനുവേണ്ടി എല്ലാം സംരക്ഷണം കൊടുത്തു. ഈ നാട്ടിലെ വിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ മുഴുവൻ അതിന് എതിർത്തപ്പോഴും ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന് ശേഷം, മന്നത്ത് പത്മനാഭന് ശേഷം, അയ്യങ്കാളിക്ക് ശേഷം ഇതാ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ. സ്ത്രീകൾ അവകാശം സംരക്ഷിക്കാൻ പോരാട്ടം നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് PR വർക്കിന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടാക്കിയ വലിയ പ്രൊപ്പഗൻഡയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയപ്പെട്ടു. നിങ്ങൾക്കകത്ത് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയപ്പോഴാണ് നിങ്ങൾ ഈ പൊറാട്ട് നാടകമായി വരുന്നത് എന്ന് നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാം. അത് ഇന്നല്ലെങ്കിൽ നാളെ സുകുമാരൻ നായർക്കും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാവും. ഒരു തർക്കം വേണ്ട. ശ്രീ മുഹമ്മദ് ഹനീഫ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഈ ഗിമ്മിക്കുകൾ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിനകത്ത് വലിയ വിടവുകൾ ഉണ്ടാക്കുന്ന സമയത്ത് തർക്കമില്ല കാര്യം. ശരി മുഹമ്മദ് ഹനീഫ, ഇവിടെ BJPയിലേക്ക് CPMന്റെ വോട്ടുകൾ ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത് CPM അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റേത് ഒഴുകി പോകുന്നുണ്ട്. തൃശ്ശൂർ ഒരു ഉദാഹരണമാണ്. എങ്കിൽ ആ വോട്ട് തിരികെ പിടിക്കേണ്ടതുണ്ട് CPMന്, LDFന്. അവർ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ പാർട്ടി നിലനിൽക്കാനും അവരെ വോട്ട് ബേസ് നിലനിർത്താനും തിരിച്ചു പിടിക്കണം. അതിന് സ്വീകരിക്കുന്ന വഴി ഏതാണ് എന്നുള്ള കാര്യത്തിലാണ് ഈ തർക്കമുള്ളത്. യഥാർത്ഥത്തിൽ എന്ത് വഴിയിലൂടെയാകും CPM അത് തിരിച്ചു പിടിക്കേണ്ടിയിരുന്നത്?
അല്ല അത് വളരെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. CPM വിചാരിക്കുന്നത് അവർക്ക് ഇത് BJPയുടെ അജണ്ട നേരിട്ട് എടുത്തു തരുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയാൽ BJPയുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ BJPയിലേക്ക് ഒഴുകിപ്പോയ വോട്ടുകളെ തിരിച്ചു പിടിക്കാം എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അതിനെ സോഫ്റ്റ് ഹിന്ദുത്വം കൊണ്ട് അത് സാധ്യമാവില്ല. അത് കുറേ കൂടി തീവ്രമായ ഹിന്ദുത്വം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. BJPയേക്കാൾ തീവ്രമായ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രമേ BJPയുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ BJPയിലേക്ക് ഒഴുകിപ്പോയ പിന്നെ CPMൻ്റെ വോട്ടുകൾ പരിശോധിച്ചാൽ അത് തിരിച്ചു വന്ന ചരിത്രമുണ്ടോ? അതെപ്പോഴാണ് തിരിച്ചു വന്നത്? അവർക്ക് സ്വീകാര്യമായ ഒരു പ്രശ്നത്തിൽ CPM അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ. ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്കും കോൺഗ്രസ്സിലേക്കും ഒഴുകിപ്പോയി CPMൻ്റെ വോട്ടുകൾ. അത് തിരിച്ചു വന്നു 2021. എങ്ങനെയാണ് വന്നത്? അവർക്ക് സ്വീകാര്യമായ സാമ്പത്തിക സംവരണം എന്ന ആശയം വന്നപ്പോൾ, അല്ലെങ്കിൽ പിന്നെ BDJSൻ്റെ രൂപീകരണം, BDJS BJPയിലേക്ക് പോയി. ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും നമുക്ക് കിട്ടും. CPM BJP അനുകൂല അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയപ്പോൾ ഒന്നിച്ചൊഴുകി പോവുകയാണ് ചെയ്തത്. ഇതിനൊരു പരിധിയുണ്ട്. ഇത് ഒഴുകി 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 അവിടെ നിൽക്കില്ല, നിലയ്ക്കില്ല, അത് തിരിച്ചൊഴുകയില്ല, അത് മുന്നോട്ട് മാത്രമേ പോവുള്ളൂ. പക്ഷേ മുസ്തഫ, അനീഫ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിപ്പോൾ CPM അത് വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ്. കോൺഗ്രസ് എങ്ങനെ ഈ ഭൂരിപക്ഷ വോട്ടുകൾ, അവരുടെ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം പോലും ഉണ്ടോ? അല്ല, കോൺഗ്രസിനകത്ത് കഴിയുന്നില്ല എന്ന് മനസ്സിലായല്ലോ. കോൺഗ്രസിൻ്റെ വോട്ടുകൾ അവസാനിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാവുന്ന പരമാവധി വോട്ടുകൾ പോയതിനു ശേഷമാണ് CPMൽ നിന്ന് വോട്ടുകൾ ഒഴുകാൻ തുടങ്ങിയത്. ഒരു കാര്യം അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇത് സംഘടനാപരമായി നിങ്ങൾക്ക് ശ്രീ അജിംസെ, ഞാൻ പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ ഇലക്ഷനൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് UDF ജയിച്ചത്. അവിടെ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ട്, എല്ലാ വോട്ടും UDFന് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് ബാങ്കിൽ തന്നെയാണ് ഈ സർക്കാരിനെതിരെ പോരാട്ടം. ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കാത്തത്? ഇതുപോലെയുള്ള സാമുദായിക പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഒരു സാമുദായിക സ്ഥിതി അനുസരിച്ച്. ഒരു നിമിഷം അനീഫ, ഈ റിച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കൺവേർട്ട് ആവുന്നില്ല. അതാണ് പ്രശ്നം. ഈ ഇലക്ഷനൊക്കെ ഞങ്ങൾ ജയിച്ചല്ലോ, വലിയ ഭൂരിപക്ഷം ജയിച്ചല്ലോ. അവിടെ ഈ സമുദായങ്ങളൊക്കെ ഇല്ലേ? അവരൊക്കെ വോട്ട് ചെയ്യാണ്ടാണോ UDF ജയിച്ചത്? വലിയ ഭൂരിപക്ഷത്തിലേ ജയിച്ചത്. അവിടെ NSS പെട്ടവരും SNDP പെട്ടവരും അതോടൊപ്പം തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആരും വോട്ട് ചെയ്യാതാണ് ഇവരൊക്കെ ജയിച്ചു വന്നത്. നിങ്ങൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഒരു ചക്ക വീണ് ഒരു തവണ മുയല് ചത്തു എന്ന് പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ധരിക്കേണ്ട ആവശ്യം. ജനങ്ങള് ഏറ്റവും പ്രതിഷേധത്തിലാണ്. 400 രൂപ കൊടുത്ത് വെളിച്ചെണ്ണ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. വിലക്കയറ്റം കൊണ്ട് നാട് ബുദ്ധിമുട്ടാണ്. അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നമാണ് അഡ്രസ് ചെയ്യുന്നത്. തിരിച്ചു പിടിച്ചിരിക്കുന്നു. അത് ഈ പറയുന്ന എല്ലാ തരം മനുഷ്യരുടെയും വോട്ട് കൊണ്ടാണ്. പാലക്കാട് BJPക്ക് വലിയ ജനസാധ്യതയുള്ള ഒരു സീറ്റ്, ആ സീറ്റ് നിലനിർത്തും വലിയ ഭൂരിപക്ഷത്തോടെ. അതെല്ലാം ഭൂരിപക്ഷ വോട്ടുകൾ നേടിക്കൊണ്ടാണ്. ഇത് കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് ശ്രീ അനീഫ. അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ പാലക്കാട് CPM UDFൻ്റെ പിന്നെ ഒരു മണ്ഡലമാണ്, നിലമ്പൂർ UDFന് ഒരു മണ്ഡലമാണ്. നിലമ്പൂർ ഏത് സാഹചര്യത്തിലാണ് പിന്നെ UDFന് നഷ്ടപ്പെട്ടതെന്നൊക്കെ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. PV അൻവർ വന്നപ്പോഴാണ്, അതിനു മുമ്പ് TK ഹംസ സ്വതന്ത്രനായിട്ട് വന്നപ്പോഴാണ്. അതിനു മുമ്പ് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ അതൊരു UDFൻ്റെ മണ്ഡലമാണ്, UDF അനുകൂല മണ്ഡലമാണ്. പാലക്കാടും അതെ. പാലക്കാട് ഇടക്കാലത്ത് CPM പിന്നെ കുറച്ചു കാലത്തിന് TK നൗഷാദ്, അത് KK ദിവാകരനെ പോലുള്ളവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു UDF അനുകൂല മണ്ഡലമാണ്. CM സുന്ദരമൊക്കെ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ്. ഇതൊന്നും പക്ഷേ ഈ പാറ്റേൺ, എൻ്റെ ചോദ്യം അതാണ്, 2019 വിജയിച്ച അത് അന്ന് 115ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021 ആയപ്പോൾ എന്താ സംഭവിച്ചത്? അതേ പാറ്റേൺ തന്നെയാണ് ഈ 2024 സംഭവിച്ചിരിക്കുന്ന ഈ ലോക്സഭാ ഇലക്ഷനിൽ. അതേപോലെ കൊറോണയുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ ശ്രീ അനീഫ, അന്ന് ആ സാഹചര്യം അവർക്ക് അനുകൂലമായിരുന്നു. ഇന്ന് ആ അനുകൂലമായ സാഹചര്യമില്ല. നാട്ടിലിറങ്ങി ജനങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. അത് ഈ സർക്കാർ പ്രതീക്ഷ നല്ലതാണ്, പ്രതീക്ഷ നല്ലതാണ്. ഞാനത് അവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അതിശക്തമായി ഉണ്ട് എന്നാണ് UDFന്റെ ആത്മവിശ്വാസം. പിണറായി വിജയനെതിരായിട്ടുള്ള എതിർ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഈ സർക്കാരിനോട് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്ത് കളയാം, ആ വോട്ട് കൊണ്ട് കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ അല്ല, ഞാൻ എന്നെ പൂർത്തിയാക്കാൻ കരുതുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല.
ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലവിലുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് സാമുദായിക ശക്തികളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം ഇവിടെ പിന്നെ ഇടതുപക്ഷം പയറ്റാൻ നോക്കുന്നത്. അതിൻ്റെ കെണിയിൽ പോയി ചാടരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടണം UDF എന്നാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരത്ത് നേരത്തെ ഉണ്ടായിരുന്നു, അത് 2011 പോലും ഉണ്ടായിരുന്നു. 2011 അതുകൊണ്ടാണ് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും പിന്നെ UDF അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയില്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ UDFന് എല്ലാ കാലത്തും പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ മേൽക്കൈയുണ്ട്. പക്ഷേ അതിനെ നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ 2009 നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന് ശേഷം നിങ്ങൾ പഴയ രാഷ്ട്രീയം മറന്നേക്കുകയാണ് നല്ലത്. അതിനുശേഷം പുതിയ മണ്ഡല പുനർനിർണയം, പുതിയ ഭൂപരിധികളും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ പല കാര്യങ്ങൾക്കും പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ തോൽക്കുന്നതും പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ന്യൂനപക്ഷം പിന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുന്ന പ്രവണത എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമാണ്. അത് BJP വിരുദ്ധ വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചെയ്യുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ജനാധിപത്യവാദികളും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും ചെയ്യുന്നത് BJP വിരുദ്ധ വോട്ടാണ്. ആ BJP വിരുദ്ധ വോട്ടിൻ്റെ കൺസോളിഡേഷനെ തകർക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രം. അതിനാണ് സാമുദായികമായ മനസ്സിലാക്കണം. ബിജെപിയുടെ ആത്മവിശ്വാസം എത്രമാത്രം വോട്ടായി പരിണമിക്കും എന്നുള്ളതാണ് പ്രധാനം. അതിൽ ഈ ജാതി മത സാമുദായിക സമവാക്യങ്ങൾ എത്രമാത്രം പ്രധാനമാണെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുള്ളതാണ്. ശ്രീ ഗോപൻ, ശ്രീ വിജിൽ, ശ്രീ മുഹമ്മദ് ഹനീഫ